എനിക്ക് 2 മക്കളാണ്. ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോൻ 8ാം ക്ലാസ് കഴിഞ്ഞു, മോന് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം ഞാനൊരു പാരൻ്റ് എന്ന രൂപത്തിൽ എൻ്റെ മക്കളുടെ പഠന രീതി മെച്ചപ്പെടുത്തുവാൻ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? നിങ്ങളിപ്പോൾ കുറേ പാരൻസിനെ കണ്ടിട്ടുണ്ട്, കുറേ കുട്ടികളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഞാൻ എന്ത് ചെയ്യാനുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഇതിലെന്താ വെച്ചാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് എൻ്റെ ചിന്താഗതി മാത്രമാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതന്നെ ശരിയാവണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കമന്റാണ്, എന്റെ കമന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് ചിലപ്പോൾ അതില് എതിർപ്പുള്ള ആളുകൾ ഉണ്ടായേക്കാം. എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഗുണകരമാകുന്ന, ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഗുണകരമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിന് എത്ര പെയിൻ സഹിച്ചാലും വേണ്ടില്ല, എത്ര കഷ്ടപ്പാട് അനുഭവിച്ചാലും വേണ്ടില്ല, അത് അവരൊപ്പം ഉണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ പഠിച്ചാലേ എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അക്കാഡമിക്കലി ആ കുട്ടി നല്ല രീതിയിലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒപ്പം പോകേണ്ട ഒരു സാധനമാണ് അക്കാഡമിക്സ്. ഞാൻ എൻ്റെ മോൻ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടേ നിൽക്കണം. അതായത് അവന്റെ മാർക്ക് എത്രത്തോളം ഉണ്ട്, അവന്റെ കഴിവിനനുസരിച്ചുള്ള മാർക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലാത്ത കഴിവിനെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. അതായത് ഇപ്പൊ നിങ്ങളെ കുട്ടിക്ക് ഒരു ഫുൾ A+ കിട്ടാനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാവും മക്കൾ അത് ആ കാറ്റഗറി ആണ്, അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ അവരുടെ ടീച്ചർക്കെങ്കിലും അത് മനസ്സിലാവും. അത് അവന്റെ മാക്സിമത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവനുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ജീവിതകാലം മുഴുവൻ അവനൊപ്പം കൊണ്ടുപോകേണ്ട സാധനമാണെങ്കിൽ നിർബന്ധമായിട്ടുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണമെന്ന് മനസ്സിലായി. അപ്പം സൗകര്യങ്ങൾക്ക് പിറകിലോ മറ്റു കാര്യങ്ങൾക്ക് പിറകിലൊക്കെ പോകുമ്പോഴും അവന്റെ ഒപ്പം പോകേണ്ട സംഭവം ഇപ്പം എന്റെ സ്ഥാപനത്തിൽ സൗകര്യങ്ങൾ കുറവാണെന്ന് പറയാണ്. അപ്പൊ ആ സൗകര്യങ്ങൾ ആ കുട്ടിക്ക് 2 വർഷത്തിന് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ കുട്ടി പോവാണ്. അതായത് അവന്റെ ഒപ്പം വരുന്ന സാധനമല്ല അത് ആ കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊപ്പം തന്നെ അവരുടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ഭൂരിഭാഗം രക്ഷിതാക്കളും ആ കാര്യം ചിന്തിക്കുന്നേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടി എത്രത്തോളം ഒപ്പം പോകണമെന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം സ്വഭാവം, ക്യാരക്ടർ ബിൽഡ്. ഒരു കുട്ടിയുടെ സ്വഭാവം ജനിച്ചപ്പം തൊട്ട് ആ എത്ര പ്രായത്തിൽ അതുവരെയുള്ള മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ആൾക്കാർ രക്ഷിതാക്കളാണ്. അവര് ഒറ്റയ്ക്ക് ഇരിക്കാനോ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോവാണ്, മോനെ പോരുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ പോരുന്നില്ല എന്ന് പറയുന്നതും, അതുപോലെ തന്നെ സൈലന്റ് ആയിരിക്കുക, പിന്നെ ആരോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഹൈഡ് ചെയ്യുന്ന ഒരു നേച്ചർ, ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു നേച്ചർ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചിലപ്പോൾ കുട്ടിക്ക് മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്താഗതികളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ദുശീലങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒന്നുമല്ല സൊസൈറ്റിനോട് ഒരു അകലിച്ച വന്ന ടൈപ്പായിരിക്കാം. അതും അപകടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ജീവിക്കുന്നത് നമ്മളെ സമൂഹത്തിന് ഇടപഴകാൻ വേണ്ടിയിട്ട്, അല്ല റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണെങ്കിൽ നമ്മൾ ജീവിതം എന്നതിന് പറയില്ലല്ലോ. അപ്പൊ നമ്മളെ കുട്ടികൾ ചുറ്റുപാട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന എല്ലാ ചെറുതും വലുതും പരിമിതികളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികളായിട്ട് വളരുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഞാനിവിടെ അടുത്ത് നമ്മളൊരു രീതിയിൽ കണ്ടു, കഷ്ടപ്പാട് അനുഭവിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോ ഒരു കമന്റിൽ കണ്ട കാര്യമാണ്, കഷ്ടപ്പാട് പറഞ്ഞു മനസ്സിലാക്കിയാലും ചിലപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നൊരു അനുഭവിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ കാര്യം. കാരണം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾ കുട്ടിയെ കൊണ്ട് ചേർത്താണ്. അപ്പോൾ ആ കുട്ടിക്ക് നിങ്ങൾ പോയി കണ്ട് നേരെ ഫീസാണ്ട് അടിച്ചു പോരും, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അതല്ല ചെയ്യേണ്ടത്. ആ പൈസ കൃത്യമായിട്ട് അവരെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് അത് എണ്ണിപ്പിച്ച് അവരെ കൗണ്ട് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് അതിനത് എന്ത് ചെയ്യണം, അടപ്പിക്കണം, അവന് ഫീൽ ചെയ്യണം. യെസ്, അങ്ങനെയാണെങ്കിൽ നാളെ ഉപ്പ എനിക്ക് എന്താ ചെയ്തു എന്ന് ആ കുട്ടി ചോദിക്കൂല. കാരണം ഉപ്പ ചെയ്തതൊക്കെ അവന്റെ കൈകളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവന് കൊടുക്കേണ്ട കാര്യങ്ങള് നമ്മൾ അവനിലൂടെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലാതെ നമ്മൾ പിറകിലൂടെ പോയിക്കാണ്ട് അക്കൗണ്ടിലേക്ക് 50,000 റുപ്യ ഫീസ് അടിച്ചിട്ട് കാര്യമില്ല. അത് അവനിലൂടെ കൊടുക്കണം. അതൊരു വലിയ പാടാണ്. എന്താണ് എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് നാളെ അവൻ വലിയ ഒരാളെ അധ്വാനിക്കുന്ന സമയത്ത് ആ 50,000 രൂപന്റെ മൂല്യം അവൻ എന്തായാലും മനസ്സിലാവണം. അപ്പൊ എപ്പോഴും ഇവന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ അവൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകണം, അല്ലേ? അതെ. അതുപോലെ തന്നെ മുന്നോട്ട് പോണ സമയത്ത് അവന്റെ ഒപ്പം നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട പല കാര്യങ്ങൾ. അതിലൊന്നാണ് വിദ്യാഭ്യാസം, രണ്ടാമത്തെ നല്ലൊരു ക്യാരക്ടർ, മൂന്നാമത്തെ രക്ഷിതാക്കള്.
രക്ഷിതാക്കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും അനാലിസിസ് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു കുട്ടിയെ രക്ഷിതാവ് ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ല അൻസാർ, ഞാനിത് അൻസാറിൽ നിന്ന് നമ്മുടെ ഓഡിയൻസ് കേൾക്കുമ്പോൾ അൻസാർ 12 വർഷത്തോളമായിട്ട് കുറേ കുട്ടികളോടൊപ്പം കഴിയുകയും രക്ഷിതാക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, കുറേ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ. എനിക്ക് ഈ കഴിവ് കിട്ടിയത് ഒരിക്കലും ഞാനിത് റിസർച്ച് നടത്തിയിട്ടോ ഇത് പഠിച്ചു എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. എക്സ്പീരിയൻസ് എൻ്റെ സ്ഥാപനം ഞാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഫുള്ളി റെസിഡൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ വെച്ചാൽ മക്കൾ 24 hours അടുത്തുണ്ടാവും. ആ രക്ഷിതാക്കൾ ഒരുപക്ഷെ വീട്ടിലൊരാളെ പോലെ നിന്നെ കാണാം. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ഫേസ് എല്ലാവരും വ്യത്യസ്ത സ്വഭാവമാണ്. അതെ, അപ്പൊ വ്യത്യസ്ത സ്വഭാവമാണ്, വീട്ടിലെ സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾക്ക് ഓരോന്ന് കാണുമ്പോൾ ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ ശരിയാവുമല്ലോ എന്നൊരു തോന്നൽ വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംസാരം ഞാൻ ഈ പറഞ്ഞതൊക്കെ.